സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാതാവിൻ്റെ സ്തുതിക്കായുള്ള ഈ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മാതാവിൻ്റെ സംരക്ഷണം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മോട് കൂടി ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ അമ്മ കരുതുകയും ഒരുക്കുകയും ചെയ്തു. ഇന്നത്തെയും എല്ലാ ശുശ്രൂഷകളും മാതാവിന് സമർപ്പിക്കാം. മാതാവ് നമ്മോടുകൂടെയുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹവും കൃപയും മാതൃവാത്സല്യവും സംരക്ഷണവുമൊക്കെ തീർച്ചയായും കൂടുതലായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ ധ്യാനത്തിലെ എല്ലാ ശുശ്രൂഷകളും മാതാവിൻ്റെ കരങ്ങളിലൂടെ പിതാവായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിക്കായുള്ള ഒരു ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാം. ദൈവരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. യേശുവേക വിമോചകൻ വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേക വിമോചകൻ വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹമുള്ള പിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നയിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങൾ ഞങ്ങളറിയാതെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നടത്തിത്തരികയും അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായും ഈ ധ്യാനം അതുപോലെയുള്ള ഒന്നാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ, പ്രത്യേകിച്ച് മാതാവിൻ്റെ പ്രത്യേകമായ സഹായമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദിവ്യ ആയുധങ്ങളായ തിരുവുത്തരത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ധ്യാനിക്കുവാൻ തന്ന ഈ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകമായും ആത്മീയ ആയുധമായി ഞങ്ങൾക്ക് എടുത്തു പ്രയോഗിക്കുവാനുള്ള ജപമാലയെക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ജപമാലയോടുള്ള യഥാർത്ഥമായ ഭക്തി വളർത്തിയെടുക്കുവാനും ജപമാല ഉപയോഗിച്ചുകൊണ്ട് ആത്മീയമായി വിജയം നേടുവാനും അന്ധകാര പൈശാചിക ശക്തികളെയൊക്കെ അടിച്ചമർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മീയ വിജയം വരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെല്ലാവരെയും ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാ
നല്ല മനുഷ്യരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മ ഞങ്ങളെ നിറയുവാൻ പരിശുദ്ധാത്മയെ പ്രത്യേകമായും ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ നിൻ സകലത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളിനീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയുടെ പ്രത്യേകമായ സംവിധാനവും ക്രമീകരണവും അനുസരിച്ച് നമുക്ക് കിട്ടിയ സന്ദേശങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇനിയും കൂടുതൽ തുറന്ന ഹൃദയത്തോടുകൂടെ ദിവസന്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അത് പകർത്തുന്നതിന് വേണ്ട അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യത്തെ ദിവസം മാതാവിൻ്റെ സാർവത്രിക മാതൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. മാതൃനിർവിശേഷമായ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ ഈ അമ്മ നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2-ാം ദിവസം നമ്മൾ കണ്ടത് ഈ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകമായ മേഖലയാണ്. നമ്മെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അന്ധകാര ശക്തികളെ തകർത്ത് കളയാൻ മാതാവ് നമുക്ക് വേണ്ടി പടപൊരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആ സത്യം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അന്ധകാര പൈശാചിക ദുഷ്ടശക്തികളെ, അവൻ്റെ പ്രവൃത്തികളെ, രീതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും, പക്ഷെ നമുക്ക് ഭയപ്പെടാനില്ല, മാതാവ് നമ്മോടുകൂടിയുണ്ട്, മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മിൽ ആഴപ്പെടുത്തിയെടുക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തത്. അതിനുശേഷം 3-ാം ദിവസമായി ഇന്നലെ മാതാവ് നമുക്ക് നൽകിയ പ്രത്യേകമായ സഹായത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള അമ്മയുടെ പോരാട്ടത്തിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ, നമ്മിൽ വിജയം വരിക്കാതിരിക്കുവാൻ നമ്മളെങ്ങനെ
അമ്മയോട് ചേർന്ന് നിൽക്കണം, അമ്മയോട് ചേർന്ന് ഈ യുദ്ധത്തിൽ പങ്കാളികളാകണം. ഇന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് സഹായങ്ങളാണ്. മാതാവ് നൽകിയ പ്രത്യേകമായ സഹായമാണ് ഉത്തിരിയവും ജപമാലയും. ഇന്നലെ നമ്മൾ ഉത്തിരിയത്തെക്കുറിച്ച് ചിന്തിച്ചു, അതിൻ്റെ ചരിത്രം, അത് എങ്ങനെ കൂടുതൽ ഒരു ശരിയായിട്ടും മാതാവിൻ്റേതായ സംരക്ഷണത്തിൻ്റെ അടയാളമാണ് ഉത്തിരിയമെന്നുമൊക്കെ നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തു. ഇന്നും നാളെയുമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, നമുക്ക് ഈ ശക്തികൾക്കെതിരെ, അന്ധകാര ശക്തികൾക്കെതിരെ എടുത്തു പ്രയോഗിക്കുവാനുള്ള പ്രത്യേകമായ ആയുധം, അതാണ് ജപമാല. വാസ്തവത്തിൽ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് പ്രത്യേകമായ സഹായങ്ങളാണ് ഉത്തിരിയവും ജപമാലയും. ഉത്തിരീയം കവചമാണ്, നമുക്ക് ധരിക്കേണ്ട ഒരു കവചം. യുദ്ധത്തിന് പോകുമ്പോൾ പടയാളികൾ തന്നെ താൻ സംരക്ഷിക്കുന്നതിനുള്ള കവചം ധരിക്കും. ശത്രുവിൻ്റെ, പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തെ രീതി അനുസരിച്ച് ഉള്ള അമ്പുകളും വാളും അസ്ത്രവും മറ്റതുപോലെയുള്ള ആക്രമണ ഉപകരണങ്ങളുമൊക്കെ ചേർത്ത് നിൽക്കുവാൻ, നമ്മുടെ ശരീരത്തെ ആക്രമിക്കാതിരിക്കുവാനുള്ള ഒരു സംവരണം നൽകുകയാണ് ഈ കവചം വഴി സാധിക്കുന്നത്. പടച്ചട്ട എന്നൊക്കെ അതിന് പറയാറുണ്ട്. അങ്ങനെ നമുക്ക് ഈ ആധ്യാത്മിക രംഗത്ത് പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളെ ചേർത്ത് നിൽക്കുവാനായിട്ട് പ്രത്യേകം നൽകുന്ന സംരക്ഷണമാണ് തിരുവുത്തിരിയും. ഉത്തിരിയും ധരിച്ചുകൊണ്ട് നമ്മൾ ശത്രുവിൻ്റെ ഏത് ആക്രമണത്തെയും എതിരിടുവാനുള്ള ഒരു പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമതായി നമുക്ക് നൽകിയിരിക്കുന്നതാണ് എടുത്തു പ്രയോഗിക്കുവാനുള്ള ആയുധം, ഖഡ്ഗം അല്ലെങ്കിൽ വാള്. ശത്രുവിനെ എതിരെ നമ്മൾ സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല, പോസിറ്റീവായിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയും വേണം. എന്നാലേ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ സംരക്ഷിക്കുവാനുള്ള സംരക്ഷണം ഉത്തിരിയവും, ശത്രുവോട് എതിരിടുവാനുള്ള, ആക്രമിക്കുവാനുള്ള ആയുധം ജപമാലയുമാണ്. അപ്പോൾ ഇത് രണ്ടും എടുത്ത് പ്രയോഗിച്ചാലേ നമുക്ക് മാതാവിൻ്റെ സംരക്ഷണം പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതരായി ആധ്യാത്മിക സമരത്തിൽ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണ വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, മാതാവ് തന്നിരിക്കുന്ന ഉത്തിരിയും ധരിച്ചുകൊണ്ട് ഈ ഖഡ്ഗം, വാള് ആയുധമാവുന്ന ജപമാലയെടുത്ത് ശത്രുവിനെതിരെ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണസജ്ജരായി തീരുന്നത്. പക്ഷെ അതിന് പകരം സാധാരണ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത, ഉത്തിരീയത്തെ പാടെ മാറ്റി വയ്ക്കുന്നു, ധരിക്കുന്നേയില്ല. എന്നിട്ട് ജപമാല, ശത്രുവിനെതിരെ എടുത്തു പ്രയോഗിക്കുവാനുള്ള ആയുധമായ ജപമാല എടുത്തു പ്രയോഗിക്കുന്നതിന് പകരം അത് കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു. എടുത്ത് പ്രയോഗിക്കുവാനുള്ള ആയുധം അരയിൽ കെട്ടിയതുകൊണ്ടോ കഴുത്തിൽ തൂക്കിയിട്ടതുകൊണ്ടോ ശത്രുവിന് ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. ശത്രുവിനെതിരെ അത് എടുത്തു പ്രയോഗിക്കണം. അതുപോലെ ഉത്തിരീയം വെറുതെ മാറ്റി വയ്ക്കാവുന്ന ഒന്നല്ല, അതിന് സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. മാതാവ് നമ്മെ രണ്ട് കൈ കൊണ്ട് നെഞ്ചത്തും പുറത്തും പിടിച്ച് നമ്മെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഈ തിരുവുത്തിരി നമ്മൾ ധരിക്കുമ്പോൾ. നമ്മുടെ മുൻപിലും പിൻപിലും മാതാവിൻ്റെ സംരക്ഷണം നമ്മോടുകൂടിയുണ്ട് എന്ന ബോധ്യവും ഉറപ്പും നമുക്ക് നൽകുന്ന വിധത്തിലാണ് ഉത്തിരിയും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തിരിയത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് ജപമാലയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായും ചിന്തിക്കുവാൻ പോവുകയാണ്. ഈ ജപമാലയുടെ ഒരു പ്രത്യേകത, സമഞ്ജസമായി സമ്മേളിക്കപ്പെടുന്ന വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയും കൂടെ ചേർന്നതാണ് ജപമാല. പ്രാർത്ഥനയെ നമ്മൾ രണ്ട് തരത്തിൽ കാണാറുണ്ട്. ഒന്ന് വാചിക പ്രാർത്ഥന, മറ്റൊന്ന് മാനസിക പ്രാർത്ഥന. വാചിക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ അധരം കൊണ്ട് ഉറക്കെയോ അല്ലെങ്കിലോ അല്ലാതെയോ ഉച്ചരിക്കുന്ന പ്രാർത്ഥനയാണ്.
അത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയിരിക്കുന്ന, രൂപപ്പെടുത്തിയിരിക്കുന്ന, മറ്റു പലരും ക്രമീകരിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ്. നമ്മളത് എടുത്ത് ആവർത്തിച്ച് ചൊല്ലുന്നു എന്ന് മാത്രം. അതിനാണ് വാചിക പ്രാർത്ഥന എന്ന് പറയുന്നത്. മാനസിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം പ്രേരിതമായി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരങ്ങൾ തനതായ ഭാഷയിൽ, സ്വന്തമായ രീതിയിൽ, വാക്കുകൾ ഉപയോഗിച്ചോ അല്ലാതെയോ പ്രകടിപ്പിക്കുന്ന ആ പ്രാർത്ഥന രൂപം, അതിനാണ് മാനസിക പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ ഈ ഉത്തരീയത്തിൻ്റെ ഈ ജപമാലയുടെ ഒരു പ്രത്യേകത ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. അതിൽ വാചിക പ്രാർത്ഥനയുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, സ്വർഗസ്വനായ പിതാവ് ചൊല്ലുന്നു, നന്മ നിറഞ്ഞു മറിയം ചൊല്ലുന്നു, തീർത്ഥസ്തുതി ചൊല്ലുന്നു. ഇതൊക്കെ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥന നമ്മൾ ഉച്ചരിക്കുന്നു. പക്ഷേ അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് മാത്രമായില്ല, അതോടൊപ്പം നമ്മൾ മാനസികമായ പ്രാർത്ഥന കൂട്ടിച്ചേർക്കണം. നമ്മൾ മാനസികമായി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ പ്രത്യേകമായി ധ്യാനാത്മകമായിരിക്കണം നമ്മളുടെ ജപമാല. അതിനാണ് നമ്മൾ ഈ 5 രഹസ്യങ്ങൾ, 15 രഹസ്യങ്ങൾ, 20 രഹസ്യങ്ങൾ ഒക്കെ ചൊല്ലുന്നത്. ഈ രഹസ്യങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് ആ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ നന്മ നിറഞ്ഞു പറയും മറ്റും ചൊല്ലുക. അപ്പോൾ വാചിക പ്രാർത്ഥനയുണ്ട്, മാനസിക പ്രാർത്ഥനയുമുണ്ട്. ഇത് രണ്ടും കൂടി ഇത്രയ്ക്ക് മനോഹരമായി സമ്മേളിക്കപ്പെടുന്ന, സമഞ്ജസമായി ക്രമീകരിക്കപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥന രൂപം നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയ്ക്ക് അതിമനോഹരമായ, അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. വാചിക പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. വാചിക പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകമായും ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലും, പിന്നെ കർത്തൃ പ്രാർത്ഥന, അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, പിന്നെ മാലാഖയുടെ സന്ദേശം, സംബോധന ആവുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പ്രാർത്ഥന. പലരും ഈ പ്രാർത്ഥനയെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണം, ഇത് വെറും യാന്ത്രികമായ ആവർത്തനമാണ്. ഹൃദയവും മനസ്സും ചിന്തയും ബുദ്ധിയും ഒന്നും അതിലില്ല. വെറും ശൂന്യമായ, വെറും ഉണക്കയായ വാക്കുകൾ ഹൃദയത്തിൽ സ്പർശിക്കാതെ ആവർത്തിച്ചിടുമ്പോൾ അത് പ്രാർത്ഥനയാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജപമാല പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുക? ഇത് വാസ്തവത്തിൽ എന്താണ് പ്രാർത്ഥനയെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും അറിയാത്തതുകൊണ്ട് വരുന്ന ഒരു ആരോപണമാണ്. ഏറ്റവും പ്രധാനമായി ഇക്കൂട്ടർ ഉന്നയിക്കുന്ന ആരോപണം, ഇത് ബൈബിൾ അധിഷ്ഠിതമല്ല. ബൈബിൾ അധിഷ്ഠിതമല്ലാത്ത വെറും ഒരു ചില ഫോർമുല മനഃപാഠം ആവർത്തിച്ച് എടുത്തു പറയുന്നത് വഴി അത് പ്രാർത്ഥനയുടെ ഒരു ഘടകവും അതിൽ വരുന്നില്ല, പ്രാർത്ഥന അനുഭവമായി മാറുകയുമില്ല. ഈ ഒരു ആരോപണം വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടതെന്ന് കുറേ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നായിട്ട് തീരും. പ്രത്യേകമായും ഈ ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥന എന്ന് പറയുന്നതിനുള്ള ഒരു ചെറിയ മറുപടി, വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവേ ബൈബിൾ അധിഷ്ഠിതമാണ്. ബൈബിളിൽ നിന്ന് അതേപടി അടർത്തിയെടുത്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. കർത്താവ് താൻ നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവിക മനുഷ്യൻ്റെ വലിയ ബുദ്ധിയും പ്രാർത്ഥന ചൈതന്യവുമൊക്കെ നിറഞ്ഞു തുളുമ്പുന്ന വിശ്വോത്തരമായ അതിമനോഹരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എന്ന് നമുക്ക് പറയാനാവും. അപ്പോൾ ബൈബിൾ അധിഷ്ഠിതമല്ല എന്ന് പറയുന്നതിൻ്റെ അടിത്തറ തന്നെ അവിടെ തകരുകയാണ്. കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, കർത്താവ് തന്നെ ഉപയോഗിച്ച വാക്കുകളാണ്, ബൈബിളിൽ ഇന്നും അതേപോലെ നിലനിൽക്കുന്ന വാക്കുകളാണ്.
ആ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് ബൈബിൾ അധിഷ്ഠിതം അല്ലാതാവുന്നില്ല, തീർത്തും ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയായിത്തീരുന്നു. അതുപോലെ നന്മ നിറഞ്ഞു മറിയമേ എന്നുള്ള പ്രാർത്ഥന, വാസ്തവത്തിൽ അവിടെ മാലാഖ മാതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. വാസ്തവത്തിൽ മാതാവിന് ഏറ്റവും അധികം ആനന്ദവും സന്തോഷവും ഇമ്പവും നൽകിയൊരു വാക്കാണിത്. ഇത്രയേറെ ആത്മീയ നിർവൃതി മാതാവിന് നൽകിയ മറ്റൊരു സംബോധന മാതാവിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് നല്ലൊരു സംബോധന മാതാവിന് കിട്ടിയത് നമ്മൾ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആവർത്തനം ബൈബിൾ അധിഷ്ഠിതമാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച മാലാഖ കൊണ്ടുവന്ന ദൈവിക സന്ദേശം മാതാവിനോട് പറയുവാൻ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ എടുത്ത് ആവർത്തിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള ഭാഗം, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എലിസബത്ത് മാതാവിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഒന്ന്, പിതാവാ ദൈവത്തിന് ലഭിച്ച സന്ദേശം മാലാഖ മാതാവിനെ അറിയിക്കുന്ന വാക്കുകൾ. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എലിസബത്ത് മാതാവിനെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ. ഇതെല്ലാം ഇത്രയും വാക്കുകൾ ഒരുമിച്ച് ചേർത്തതാണ് നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. ആദ്യത്തെ ഭാഗം, സ്ത്രീകൾ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം. ഇനി അതിന് മറുപടിയായിട്ട് നമ്മൾ ചൊല്ലുന്നതാണ്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ. ഈ ഒരു തമ്പുരാൻ്റെ അമ്മയെന്നുള്ള പ്രയോഗത്തിന് സഭയിലുണ്ടായ പ്രത്യേകമായ സ്ഥാനവും അതിൻ്റെ ആ വിലയും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെയാണ് പോകുന്നത്. എലിസബത്ത് തന്നെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാൻ എനിക്കെങ്ങനെ യോഗ്യതയുണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ കർത്താവിൻ്റെ അമ്മയായി, ദൈവത്തിൻ്റെ അമ്മയായി, പരിശുദ്ധന്മാർ പ്രചോദിതയായി എലിസബത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതലേ തന്നെ ഈ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, മാതാവിനെ ഇങ്ങനെ സംബോധന ചെയ്തിരുന്നു എന്നതിനുള്ള ഒന്നാം തരം തെളിവാണ് എലിസബത്ത് മാതാവിന് നൽകിയ ഈ സംബോധന. പിന്നീട് ആദിമസഭയിൽ ഇത് തുറന്നുകൊണ്ടേയിരുന്നു. പക്ഷെ പല താർക്കികർ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഉന്നയിച്ച ഒരു പ്രത്യേകമായ ആരോപണമാണ് മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. അവർ വളരെ ശക്തിയുക്തം വാദിച്ചു, മാതാവ് യേശുവിൻ്റെ അമ്മയാണ് എന്ന് വെച്ചാൽ യേശു എന്ന മനുഷ്യൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയല്ല. ഒരു മനുഷ്യ വ്യക്തിക്ക് ദൈവത്തിൻ്റെ അമ്മയാകാൻ സാധിക്കുകയില്ല. ഈ വാദം മുറുകി വന്നപ്പോൾ വിശ്വാസികളായ കത്തോലിക്കർ, ക്രൈസ്തവർ വളരെ താല്പര്യപൂർവ്വം അപേക്ഷിക്കുകയും ഉന്നതങ്ങളും മാർപ്പാപ്പയ്ക്കും മെത്രന്മാർക്കുമൊക്കെ നിവേദനം അയക്കുകയും ചെയ്തു. മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞങ്ങൾക്കനി വിളിക്കാൻ പാടില്ലേ? കാര്യത്തിൻ്റെ ഗൗരവം കൂടുതൽ ആഴമായി വളരുന്നു. സഭാ ശത്രുക്കൾ, മാതാവിൻ്റെ മാതൃത്വത്തെ തള്ളിപ്പറയുന്ന ശത്രുക്കൾ കൂടിക്കൂടി വരുന്നു. അവരുടെ പ്രചാരം കൂടുതൽ പ്രചരിച്ചു വരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുകൊണ്ട് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ക്രിസ്തു വർഷം 431 ആണ്ടിൽ, അപ്പോൾ അത്രയ്ക്ക് പഴം 5-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവമാണ്. അന്ന് ഈ കൗൺസിൽ എഫേസസിൽ വെച്ച് കൂടിയ സുനദോസ്, ആ സുനദോസിൽ വെച്ചാണ് വളരെയേറെ ചർച്ചകൾക്കും കാര്യപ്രസക്തമായ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ശേഷം കൗൺസിൽ എടുത്ത തീരുമാനമാണ് മാതാവിനെ
ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാം. തെയോത്തോക്കോസ്, അതാണ് ഗ്രീക്ക് ഭാഷയിൽ അതിനുപയോഗിക്കുന്ന വാക്ക്. തെയോസ് എന്ന് വെച്ചാൽ ദൈവം, തെയോസ് തോക്കോസ് ദൈവത്തിൻ്റെ അമ്മ. അപ്പോൾ ഈ തെയോത്തോക്കോസ് എന്ന് വിളിക്കാം എന്ന് നിർവചിച്ചതോടുകൂടെ അവിടെ കൂടുന്ന ജനങ്ങൾ മുഴുവൻ സന്തോഷം കൊണ്ട് ഇളകി മറിയുകയാണ്. അന്ന് പറയുന്നത്, ഈ പ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മെത്രാന്മാരെ ജനങ്ങൾ പന്തം കൊളുത്തി പ്രദക്ഷിണമായി തെരുവിലൂടെ പ്രദക്ഷിണമായി കൊണ്ടുപോവുകയും അവരുടെ വാസസ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്ക് ആഹ്ലാദത്തോടുകൂടെ ദൈവജനം മുഴുവനും സ്വീകരിച്ച ഒരു വലിയ പ്രഖ്യാപനമാണ് മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാം. അങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ അമ്മയെന്ന് ഔദ്യോഗികമായിട്ട് സഭ വളരെ ശക്തമായ, വളരെ ആഘോഷമായി നമുക്ക് നിർവചിച്ചു തന്ന ഒരു വലിയ സത്യമാണ് ദൈവത്തിൻ്റെ അമ്മ. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ നന്ദി നിറഞ്ഞു മറിയുമെന്ന് പ്രാർത്ഥന ആവർത്തിക്കുന്നത്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ദൈവത്തിൻ്റെ അമ്മേ, ഹോളി മേരി മദർ ഓഫ് ഗാഡ്. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകൊണ്ട് ഒരു പ്രത്യേകമായ അനുവാദവും അതിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകമായ അഭിമാനവുമൊക്കെ നമുക്ക് നൽകുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയെന്ന് നമ്മൾ വിളിക്കുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. എപ്പോഴും ബൈബിളിൽ അധിഷ്ഠിതമായ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ പാപികളാണ്. ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുന്നവനാണ് രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നിൽ പാപമൊന്നുമില്ല എന്ന് പറയുന്നവൻ വ്യാജം പറയുന്നു. ഫിലോസഫേഴ്സ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വ്യാജം പറയാത്തവരായി തീരണമെങ്കിൽ വിനയത്തോടുകൂടെ ദൈവമേ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയാൻ തയ്യാറാവണം. അങ്ങനെ ആ ഒരു അടിസ്ഥാന ക്രൈസ്തവ മനോഭാവം, ദൈവത്തിന് മുമ്പിലുള്ള ആ അവസ്ഥ നമ്മൾ പ്രാർത്ഥനയിൽ എടുത്തു പറയുകയാണ്. ഞങ്ങൾ പാപികളാണ്, അയോഗ്യരാണ്. അങ്ങേ മുൻപിൽ നിൽക്കുവാൻ, അങ്ങേ അമ്മയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും അങ്ങേ സമീപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ യോഗ്യരല്ലാത്തവരാണ് ഞങ്ങളുടെ പാപം മൂലം. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ കടന്നു വരുവാനുള്ള ആ ഒരു യോഗ്യത ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പാപികളായ ഞങ്ങൾ എന്നുള്ള ഏറ്റുപറച്ചു. പാപികളെ ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ വളരെ പ്രത്യേകമായും വരുന്ന ഒരു കാര്യം, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് ഏറ്റവും അധികം മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ സഹായം ഒക്കെ ആവശ്യമായി വരുന്ന അവസരമാണ് നമ്മളുടെ മരണനിമിഷം. അപ്പോൾ ആ മരണനിമിഷത്തെയും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കടന്നുപോക്കിൻ്റെ ആ സമയം മാതാവ് പ്രത്യേകമായി നമ്മളെ സഹായിക്കണമെന്നുള്ള ഒരു യാചന സഭ നമ്മുടെ അതരങ്ങളിൽ വച്ചു തരികയാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ആശയങ്ങളുടെ വളർച്ച നോക്കിയാൽ നന്മ നിറഞ്ഞു മറിയമേ എന്നുള്ള ആ സംബോധന, അത് മാലാഖയുടെ സംബോധന എന്നാണ് സാധാരണ അതിന് പറയുന്നത്. മാലാഖയുടെ സംബോധനയാണ് നന്മ നിറഞ്ഞു മറിയുമെന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയും തീർച്ചയായും മാതാവിന് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭാവനയിലെങ്കിലും ചിന്തിക്കാനാവും, മറിയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മാതാവിന് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും അധികം മാതാവിന് ലഭിച്ച അഭിനന്ദനം ഈ ഒരു സംബോധനയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദൈവം തന്നെ, ദൈവമയച്ച മാലാഖ വന്ന് മാതാവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് സ്വസ്തി. കാരണം ഇതാണ്, നന്മ നിറഞ്ഞവളാണ് നീ. അപ്പോൾ ദൈവത്താൽ നന്മ നിറഞ്ഞവൾ എന്ന് വിളിക്കപ്പെടുക, ദൈവമയച്ച മാലാഖ വന്ന് ആദരപൂർവം തലകുനിച്ച് നിന്നുകൊണ്ട് നിനക്ക് സ്വസ്തി എന്ന് പറയുന്ന സംബോധന സ്വീകരിക്കാൻ സാധിക്കുക, തീർച്ചയായും മാതാവിന് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും നൽകിയ ഒരവസ്ഥയാണ്. തുടർന്ന് കിട്ടിയ സന്ദേശം ഇതാണ്, വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയാകാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയായി മാതാവ് അവരോധിക്കപ്പെട്ടു.
അതിൽ മാതാവിന് അങ്ങേയറ്റം അഭിമാന സന്തോഷവും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ മാതാവിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും മാതാവിനോടൊപ്പം സന്തോഷിക്കുകയും മാതാവിൻ്റെ സന്തോഷത്തെ നമ്മൾ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും മാതാവിൻ്റെ ശത്രുവായ സാത്താന് അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല. വളരെ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. അവൾ നിന്റെ തല തകർക്കും. അവൾ എന്നോ പിന്നീട് അത് തിരുത്തി അവൻ എന്നോ ആക്കുന്നു. എന്തായാലും അവൾ എന്ന് പറഞ്ഞാൽ മാതാവ് നിന്റെ തല തകർക്കും. അവനെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ സന്തതി ആയ കർത്താവായ യേശു നിന്റെ തല തകർക്കും. അപ്പം ഇങ്ങനെ സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ആ വലിയ സർപ്പത്തിൻ്റെ പരാജയത്തെ വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ഉണ്ടായ ഈ ദൈവത്തിൻ്റെ അരുളപ്പാട്. ദൈവം തന്നെ സാത്താനോട് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഈ ശത്രുത എന്നും സാത്താൻ്റെ മനസ്സിലുണ്ട്. അത് എടുത്തു കളയുവാൻ ആർക്കും ആവില്ല. മാതാവിന് ശത്രുവായിട്ടല്ലാതെ സാത്താന് കാണുവാൻ സാധിക്കുകയില്ല. ഈ മാതാവാണ് വാസ്തവത്തിൽ സാത്താന് നിതാന്ത ശത്രുവായി മാറിയിരിക്കുന്നത്. സാത്താൻ വളരെ തന്ത്രപൂർവം പരിശ്രമിച്ച് ആദാമിനെ കൊണ്ട് പാപം ചെയ്യിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ പ്രേരിപ്പിച്ചു, അതിലേക്ക് അവരെ നയിച്ചു. ഇതിന് കടകവിരുദ്ധമായി നിന്നത് മാതാവാണ്. അതാണ് രണ്ടാമത്തെ ഹൗവ എന്ന് മാതാവിനെ വിളിക്കുന്നത്. ഹൗവ ചെയ്തു വച്ച വരുത്തി വച്ച വിന പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും അതിന് നേരെ വിപരീതമായി മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ടു പോയ നന്മ മുഴുവനും അതിനുപരിയായി തിരികെ നൽകുവാനും മാതാവ് നിലകൊള്ളുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും ഇടപെടലും അതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഒരു സാധാരണ സംബന്ധം നോക്കിയാൽ ഏവ ഹൗവ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഏവ, EWA, ഏവ, ഈവ എന്നൊക്കെ പറയാം. ഈ EVA, ഏവ എന്ന വാക്ക് അതിന് 3 അക്ഷരങ്ങൾ മറിച്ചിട്ടാൽ AVE എന്നാവും, ആവേ എന്നാവും. അപ്പോൾ ഏവ മറിച്ചിട്ടാൽ ആവയാവും. ഏവ ഹവയുടെ വാക്ക്, ആവേ മറിയത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഹവ്വായിക്ക് നേരെ വിപരീതമായി നിലകൊള്ളുന്ന, പേരിൽ പോലും നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ മാതാവിന് നാമം കേൾക്കുകയോ മാതാവിൻ്റെ രൂപം കാണുകയോ മാതാവിനെ വണങ്ങുന്നവരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഏറ്റവും അധികം കോപവും വിദ്വേഷവും നീരസവും അവജ്ഞയും വെറുപ്പുമൊക്കെയാണ്. അതുകൊണ്ടാണ് സാത്താൻ മാതാവിനെ ബഹുമാനിക്കുന്നവരെ ആദരിക്കുന്നവരെ ഇത്രയേറെ വെറുക്കുകയും ചെയ്യുവാൻ കാരണം. അപ്പോൾ മാതാവ് നമ്മളോടൊക്കെ ശത്രുതയുണ്ട്. കാരണം ഇതാണ്, നമ്മൾ മാതാവിനെ വണങ്ങുന്നവരാണ്, നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നവരാണ്, മാതാവ് ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്. ഇത് ഒരിക്കലും സാത്താൻ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ നന്മ നിറഞ്ഞു മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാത്താൻ ഏറ്റവും അധികം ഭയന്ന് വിറക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ 153 മണി ജപം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് സന്തോഷകരമായ രഹസ്യങ്ങൾ, ദുഃഖകരമായ രഹസ്യങ്ങൾ, വിജയത്തിൻ്റെ മഹിമയുടെ രഹസ്യങ്ങൾ 5 വീതം, അങ്ങനെ 15 രഹസ്യങ്ങൾ. 15 180 നന്മ പറഞ്ഞു പറയും. പിന്നെ തുടക്കത്തിൽ ചൊല്ലുന്ന 3 നന്മ പറഞ്ഞു പറയും കൂടി 153 നന്മ നിറഞ്ഞ മറിയമാണ് നമ്മൾ ചൊല്ലിയിരുന്നത്. ഇപ്പോൾ അത് 203 കാരണം 5 രഹസ്യങ്ങൾ കൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. അതാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ ഒരു പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ പഴയ രീതിയിലാണെങ്കിൽ 153 മണി ചൊല്ലുമ്പോൾ, ഇപ്പോഴത്തെ രീതിയിൽ
പൂർണ്ണ ഉത്തരീയ ജപമാല എന്ന് പറയുമ്പോൾ 203 മണിയായി. ഒരു പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ 203 പീരങ്കികൾ, വെടിയുണ്ടകൾ സാത്താൻ്റെ കോട്ടയിൽ ചെന്ന് പതിക്കുന്നതിന് തുല്യം എന്നാണ് പറയുക. സാത്താൻ്റെ കോട്ട തകരാൻ ഈ ജപമാല ചൊല്ലുക എന്നതാണ് ഏറ്റവും വലിയ ശക്തമായ സുനിശ്ചിതമായ വിജയമാർഗം സാത്താൻ്റെ കോട്ടയെ തകർക്കാൻ. അതുപോലെ സാത്താൻ തന്നെ ഫാദർ ഗബ്രിയേൽ അമോർത്ത് പിശാച് ബാധ ഒഴിപ്പിക്കുന്ന ആ ശുശ്രൂഷയ്ക്ക് ഔദ്യോഗികമായി മാർപ്പാപ്പ നിയോഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെയധികം 10,000-കണക്കിന് ഭൂതോച്ചാരണ ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തുന്ന വേള പലപ്പോഴും ഈ സാത്താനുമായിട്ട്, ഒഴിച്ചു കളയുന്ന സാത്താനുമായിട്ട് സംസാരിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും സന്തോഷത്തോടെ അല്ലെങ്കിലും സാത്താൻ ചില കാര്യങ്ങൾ ഏറ്റു പറയും. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ജപമാലയുടെ ശക്തിയും ചൈതന്യവും എത്രമാത്രമെന്ന് കത്തോലിക്കർ ധരിച്ചിരുന്നുവെങ്കിൽ, അതനുസരിച്ച് ജപമാല ചൊല്ലിയിരുന്നുവെങ്കിൽ എൻ്റെ സാമ്രാജ്യം പണ്ടേ തകരുമായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞത്, ഈ ഓരോ നന്മ നിർവ്വചനം ചൊല്ലുമ്പോഴും ഒരു വലിയ കൂടം കൊണ്ട് എൻ്റെ ശിരസിൽ അടിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ വലിയ പീരങ്കി വന്ന് വീഴുന്നത് പോലെയാണ്, വെടിയുണ്ടകൾ പതിക്കുന്നത് പോലെയാണ്, കൂടം കൊണ്ട് അടിക്കുന്നത് പോലെയാണ് എന്നൊക്കെ സാത്താൻ തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മാതാവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നതും മാതാവിൻ്റെ സ്തുതിഗീതികൾ പാടുന്നതും മാതാവിനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ദൈവവചനം ഏറ്റു പറയുന്നതും അങ്ങനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ സാത്താന് പരിഭ്രാന്തി ഉളവാക്കുന്നു. പരാജയത്തിലേക്ക് അവൻ തകർന്നു വീഴുന്നു. മാതാവ് വിജയം വരിക്കുകയും ചെയ്യും. മാതാവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള നമ്മളുടെ ആ വലിയ അനുഗ്രഹം നമുക്കതുവഴി ലഭിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ആ ദൈവികമായ അനുഗ്രഹം, മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ഏത് ബൈബിൾ അധിഷ്ഠിതമല്ല, പ്രാർത്ഥനയല്ല, പ്രാർത്ഥന അനുഭവമൊന്നുമില്ല, യാന്ത്രികമായ ആവർത്തനമാണ് എന്നിങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് ജപമാല ചൊല്ലുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാത്താൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ നമ്മൾ മറന്ന് പോകാതിരിക്കാൻ. ഈ ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചത് പ്രത്യേകമായി ഇന്നത്തെ രീതിയിൽ ജപമാലയ്ക്ക് രൂപം കൊടുത്തത് വിശുദ്ധ ഡൊമിനിക്കാണ് എന്ന് പറയപ്പെടുന്നു. അന്ന് അൽബിജൻസിയൻ പാഷൻ്റെതാണ് കൊടികുത്തി വാഴുന്ന കാലം. പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെ ഇത് വളരെ പ്രചാരം നേടുകയും അങ്ങനെ വിശ്വാസികളേറെ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയും സഭയ്ക്ക് വളരെ വലിയൊരു പതനം സംഭവിക്കും എന്ന നിലവരെത്തുകയുമൊക്കെ ചെയ്തപ്പോൾ അതിനെതിരായി പ്രസംഗിക്കുവാൻ ഈ പാഷണ്ഡതയുടെ കൂടുതൽ വ്യാപനത്തിനെ തടയുന്നതിന് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു വിശുദ്ധ ഡൊമിനിക്ക്. തൻ്റെ പരിശ്രമം കൊണ്ട് ഒന്നും നടക്കുന്നില്ല, ഈ പാഷണ്ഡതയെ പിടിച്ചു കിട്ടുവാൻ സാധിക്കുന്നില്ല, അത് കൂടുതൽ പ്രചാരത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിരാശനായെന്ന വണ്ണം ഈ വിശുദ്ധ ഡൊമിനിക്ക് ടുളൂസ് എന്ന സ്ഥലത്ത്, ഫ്രാൻസിലെ ടുളൂസ് എന്ന സ്ഥലത്ത് അതിനടുത്തുള്ള വലിയ വനത്തിലേക്ക് പിൻവാങ്ങുകയാണ്. ആ വനത്തിൽ ചെന്ന് അദ്ദേഹം 3 ദിവസം തുടർച്ചയായി അതികഠിനമായ തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഈ വലിയ വിനാശത്തെ, അൽബിജൻസിയൻ പാഷണ്ഡതയെ പാടെ തുരുത്തണമേ, സഭയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഠിനമായ തപസ്സും
ഭക്ഷണപാനീയങ്ങളൊന്നുമില്ലാതെയുള്ള 3 ദിവസത്തെ അവിടുത്തെ വാസവും എല്ലാം കൊണ്ട് ക്ഷീണിതനായി അദ്ദേഹം ബോധമില്ലാത്ത എന്നവണ്ണം നിലത്ത് വീഴുന്നു. അങ്ങനെ അബോധാവസ്ഥയിലായിരിക്കുമ്പോഴാണ് മാതാവിനെ കാണുവാൻ കഴിയുക. എന്നിട്ട് മാതാവ് ചോദിച്ചു, നീ ആഗ്രഹിക്കുന്ന ഈ കാര്യം സാധിക്കുന്നതിന് ഇച്ചിരി എളുപ്പമായ മാർഗം എന്താണെന്ന് നിനക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കറിഞ്ഞുകൂടാ. അങ്ങാണ് ദൈവത്തിൻ്റെ അമ്മ, സ്വർഗത്തിൻ്റെ നാഥ, അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും. അന്നിങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്, നീ ജപമാല ചൊല്ലുക. ഇന്നലെ ജപമാലയുടെ രീതി പറഞ്ഞു കൊടുത്തു. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നീ പ്രസംഗിക്കുക. എന്നിട്ട് ജനങ്ങളോട് ചേർന്ന് നിന്ന് 10 നന്മ പറഞ്ഞു പറയുകയും ചൊല്ലുക. വീണ്ടും ദൈവിക സത്യം പറഞ്ഞു കൊടുക്കുക. വീണ്ടും ഇങ്ങനെ ഈ പ്രാർത്ഥന ആവർത്തിക്കുക. എന്നിങ്ങനെ ജപമാലയുടെ ഒരു ഏകദേശ രൂപം മാതാവ് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം വളരെ വിജയശീലാർത്ഥനായി എന്ന വണ്ണം തൻ്റെ ആഗ്രഹം സാധിക്കും, ഈ പാഷണത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം തിരിച്ചു വരും. അവിടുത്തെ കത്തീഡ്രലിൽ ചെന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തയ്യാറെടുത്തപ്പോഴേക്കും അദൃശ്യനായ മാലാഖമാർ വന്ന് ആ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മണികൾ മുഴക്കി. ജനങ്ങൾ പള്ളിയിലേക്ക് ഓടിക്കൂടി. അദ്ദേഹം പ്രസംഗിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കെ അതിശക്തമായ ഒരു കാറ്റും മഴയും ഇടിവെട്ടും ഇരുളും ഒക്കെ പടർന്നു. ജനങ്ങളാകെ പേടിച്ചു പോയിരുന്ന എല്ലാവരും ദേവാലയത്തിലേക്ക് കയറി. കുറെ കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ ഈ കാറ്റും കോളുമെല്ലാം ശമിച്ചു. ശാന്തമായി ജനങ്ങൾ ഈ പ്രസംഗം മുഴുവൻ കേട്ടു. അവർക്ക് വളരെ വലിയൊരു മാനസാന്തരമുണ്ടായി. അതേസമയം മാതാവിൻ്റെ ഒരു പ്രത്യേകമായ അടയാളം കൂടി അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. ആ കത്തീഡ്രലിൻ്റെ പ്രധാന ഭാഗത്ത് ഒരു വലിയ മാതാവിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ നിന്നുകൊണ്ട് മാതാവ് തൻ്റെ കരങ്ങൾ 3 പ്രാവശ്യം മുകളിലേക്ക് ഉയർത്തുകയും താഴേക്ക് കൊണ്ടുവരികയും വീണ്ടും ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷ വരാൻ പോകുന്നു, മാനസാന്തരപ്പെട്ട് അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നാശം സുനിശ്ചിതം എന്ന സന്ദേശം നൽകുന്നത് എന്നൊരു ബോധ്യം ഇങ്ങനെയോ അവർക്ക് വരികയും ചെയ്തു. അങ്ങനെ അവരൊക്കെ തീക്ഷ്ണമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. തെറ്റിൻ്റെ വഴികളെ അവർ ഉപേക്ഷിച്ചു. സഭയുടെ പഠനത്തിലേക്ക് വെന്തിരിഞ്ഞു വന്നു. അങ്ങനെയാണ് അൽബിജേൻസിയൻ ഭാഷണ്ഡതയെ ഉന്മൂലനം ചെയ്യാൻ വിശുദ്ധ ഡൊമിനിക് തൻ്റെ പ്രസംഗം വഴി അന്ന് വിജയിച്ചത്. പിന്നീട് ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലം ഈ മാതാവിനുള്ള ഭക്തി, ജപമാല ഭക്തിയൊക്കെ വളർന്നു വന്നു. അപ്പോഴേക്കും വിശുദ്ധ ഡൊമിനിക് മരിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യമുണ്ടായിരുന്ന ആ താല്പര്യവും ആവേശവുമൊക്കെ തണുത്തു. ജപമാല ഭക്തി ക്രമേണ അപ്രത്യക്ഷമായി തുടങ്ങി. അപ്പോഴേക്കും വീണ്ടും തിന്മകൾ വളരുവാൻ തുടങ്ങി. ദൈവത്തിന് ശിക്ഷയായിട്ട് അവിടെ ഒരു പകർച്ചവ്യാധി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതിനുശേഷം അലൻ ഡി റോഷെ എന്ന് പറയുന്ന മറ്റൊരു വൈദികൻ, ഒരു ഡൊമിനിക്കൻ സഭാംഗം, അദ്ദേഹം ഈ പ്രചാരണം, ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തു. അത് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ സഹായം കിട്ടി. വീണ്ടും ഈ ഭക്തി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഈ ജപമാല ഭക്തി എങ്ങും പ്രചാരത്തിലായത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, മാതാവിൻ്റെ പ്രത്യേകമായൊരു സംവിധാനമുണ്ട് ഈ ജപമാലയിൽ. ഒത്തിരിയും ജപമാലയും മാതാവ് നമുക്ക് നൽകിയ 2 വലിയ ആയുധങ്ങളാണ്. നമ്മൾ ഒത്തിരിയും ധരിക്കണം, ജപമാല എടുത്ത് പ്രയോഗിക്കണം. ഒത്തിരിയും ധരിച്ച് സുരക്ഷിതരായി മാതാവിൻ്റെ മക്കളായി മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാലയാവുന്ന ആയുധം എടുത്ത് പ്രയോഗിച്ച് ശത്രുവിൻ്റെ ഏത് വെല്ലുവിളിയും നേരിടുവാൻ സഭയ്ക്ക് അതുവഴി സാധിക്കും. നമുക്ക് സുരക്ഷിതരായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ജപമാല കയ്യിലേന്തുക, എടുത്ത് ചൊല്ലുക, സാത്താനെതിരെ പ്രയോഗിക്കുക. ഒത്തിരിയും ധരിച്ചുകൊണ്ട് മാതാവിൻ്റെ
സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. തീർച്ചയായും വളരെയേറെ അനുഗ്രഹങ്ങളും കൃപകളും അതുവഴി നമുക്ക് ലഭിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തി ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ദീർഘനാഥനായ കർത്താവ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ വീണ്ടും അണഞ്ഞിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ലഭിച്ച അസുലഭമായ നിമിഷങ്ങളാണിത്. കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ പോലും യോഗ്യരല്ലെന്ന് 6 ചിറകുള്ള മാലാഖമാർ അവിടുത്തെ താണുവണങ്ങി ആരാധിക്കുന്ന രംഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദേവാലയത്തിൻ്റെ ഭൂമുഖം അടിത്തറ മുഴുവൻ ഇളകി പൊടിപടലം കൊണ്ട് നിറഞ്ഞ് ഭയാനകമായ രീതിയിലൊക്കെ ആയപ്പോൾ പ്രവാചകൻ നേരെ നോക്കുവാൻ പോലും ശക്തിയില്ലാത്തവനെ പോലെയായി. മാലാഖമാർ 2 ചിറക് കൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പാദം മറച്ച്, 2 ചിറകുകൾ ഉപയോഗിച്ച് അവിടത്തേക്ക് ചുറ്റും പറന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ആ പ്രതാപവാനായ ദൈവം തന്നെയാണ് താഴ്മയോടെ ചെറിയ ദുർബലമായ ഒരു ചെറിയ കാറ്റിൽ പോലും പറന്നു പോകുവാൻ തക്കവിധം ശക്തിയില്ലാത്തവൻ എന്ന പോലെ, ബലമില്ലാത്തവൻ എന്ന പോലെ ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അതേസമയം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവം തന്നെയാണ് അവിടുന്ന്. ഓർത്തേതാണ് ശക്തിയും അധികാരവും ആധിപത്യവും രാജ്യത്വവുമെല്ലാം. ആ ശക്തനായ ദൈവത്തെ, സർവ അധികാരങ്ങളും ശക്തികളും കൈയാളുന്നവനായ ദൈവത്തെ ഈ ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ ദർശിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാം മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആരാധന
സ്വർഗത്തിൽ മാലാകന്മാരുടെയും വിശുദ്ധരുടെയും മധ്യേ തേജോമയനായി വാഴുന്നു ദിവ്യ ജ്യോതിസായ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എളിയ നേത്രങ്ങൾ കൊണ്ട് അങ്ങേ ദർശിക്കുവാൻ ഞങ്ങൾ സാധ്യമല്ലാത്തതുകൊണ്ട് അങ്ങേ ദിവ്യപ്രഭാവം മുഴുവൻ മാറ്റിവെച്ച് ഈ ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളുവാൻ അങ്ങ് തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, 7 ദീപങ്ങളുടെ മധ്യേ പ്രകാശിക്കുന്നവനായി കാണപ്പെട്ട അങ്ങ് ഞങ്ങളുടെ മനസ്സുകളിൽ അങ്ങേ ദിവ്യപ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അന്ധകാരത്തെ അകറ്റി ഈ അന്ധകാര നിബിഡമായ ലോകത്ത് അങ്ങേ ദിവ്യപ്രകാശത്തിൽ എന്നും നിലനിൽക്കുവാൻ നടക്കുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാം മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. കർത്താവായ ഈശോയെ, അങ്ങേ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും നിത്യസ്മാരകമായിട്ടാണ് അങ്ങ് ഈ കൂദാശ സ്ഥാപിച്ചു തന്നത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ ഏറ്റവും വലിയ എളിമപ്പെടലിൻ്റെയും വേദനയുടെയും യാതനയുടെയും ആ മരണവിനാഴികയും അങ്ങ് സ്ഥാപിച്ച ഈ കൂദാശ ഞങ്ങൾക്ക് ശക്തിയും ജീവനും ഉണർവും പ്രകാശവും നൽകുന്ന ദിവ്യകൂദാശയായി അങ്ങ് മാറ്റുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഈ കൂദാശയുടെ വലുപ്പം മനസ്സിലാക്കുവാനും ഈ കൂദാശയിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൂടുതൽ ആഴമായി അനുഭവിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങിൽ നിന്ന് ശക്തി സംഭരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സഹായത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിന്റെ രൂപവും ഭാവം എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. ഞങ്ങളുടെ ആദിയും അന്ത്യവുമായ ഈശോയെ, അങ്ങിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം, അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.
അങ്ങിലേക്ക് നടത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷകയായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അമ്മ ഞങ്ങൾക്ക് നൽകിയ ജപമാലയുടെ ശക്തിയാൽ കൂടുതൽ ഊർജ്ജസ്വലത പ്രാപിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ടും അങ്ങേ ദൈവരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ടും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ യേശു നമുക്ക് അമ്മയായി നൽകി. ആ അമ്മ നമുക്ക് നൽകിയ രണ്ട് വലിയ സഹായങ്ങളാണ് ഉത്തിരിയവും ജപമാലയും. ഇവയിലൂടെ പ്രത്യേകമായും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ, അങ്ങയുടെ പരിപാലനം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അവിടുത്തെ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ സമൂഹത്തിന് മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും സമൃദ്ധമായി വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന ഈ വലിയ ദാനങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്ന ജപമാല വഴിയാ, ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്ന ജപമാല വഴിയാ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോ ചാരി ഞാനുമിരിക്കും, കയ്യിലിരിക്കുന്ന ഉണ്ണീശോ ചാരി ഞാനുമിരിക്കും. എന്ത് നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. മാലാഖനിരവൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരവൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ
പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മിൽ സംഭരിതനായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മാതൃസ്ഥതയിലൂടെ നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവിൽ നിന്ന് സ്നേഹത്തോടും ഭക്തിയോടും ആദരവോടും കൂടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റവും മകത്താമി കുദാശയെ. നവ്യനിയമത്തിൽ കർമ്മങ്ങൾ പൂർവിക സാദരം ഇന്ദ്രിയങ്ങൾ കെടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദൈവദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയും വാഴ്ന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്ന് അവർക്കൊപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരു ശരീരത്തിന്റെയും രക്തത്തിന്റെയും രഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.